ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ നേരെ ജിമ്മിലോട്ട് പോയി. നമ്മളിന്ന് വർക്കൗട്ട്സും കാര്യങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് ആപ്സിന് 2 വർക്കൗട്ട് മാത്രം കൊടുത്തു. ദേഹം വിയർക്കരുതെന്ന് പറഞ്ഞ് ടാറ്റു 2 ദിവസത്തേക്കൊന്നുമേ ടാറ്റു അടിച്ച കാരണം. എന്നിട്ട് ഇതൊക്കെ സുനീറേട്ടൻ്റെ ചെറിയ ചെറിയ കുൽസിതങ്ങളാണ്. പുള്ളിയുടെ കുൽസിതങ്ങൾക്ക് നമുക്ക് ചെറിയൊരു ബുക്ക് തന്നെ ഇറക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇതൊക്കെയാണ് പുള്ളിയുടെ പരിപാടി. പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നുണ്ടേ. പിന്നെ നേരെ പങ്കീസിൽ വന്നിട്ട് റോബസ്റ്റ പഴമൊക്കെ തൂക്കിയാണ് കേട്ടോ ഇന്നെടുത്തത്. 4 പഴത്തിന് പുള്ളിക്കാരൻ 50 രൂപ മേടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സുനിയേട്ടൻ്റെ ബുദ്ധിയാണ് ഇപ്പോൾ തൂക്കി മേടിക്കുക, അര കിലോ ആയിട്ട് മേടിക്കാമെന്ന് കരുതി. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് കുളിച്ച് റെഡിയായി. ഞാനും ആളും കൂടെ നേരെ അമ്പലത്തിൽ പോയി കേട്ടോ. ഇന്ന് പ്രശ്നമാമിയുടെ കുടുംബാമ്പലത്തിൽ നമ്മൾ പോയി. അവിടെ പോയിരുന്നു. അവിടെ ദാ നല്ല രീതിയിൽ മാങ്ങയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് മാവിൽ. ഇതാണ് മാമി. മാമിയൊക്കെ വന്ന് പിന്നെ നമ്മളവിടെ പ്രാർത്ഥിച്ചിട്ട് നേരെ ഇറങ്ങി കേട്ടോ. ഇറങ്ങിയിട്ട് വരുന്ന വഴിക്ക് മുട്ടയൊക്കെ വാങ്ങി കേട്ടോ. മുട്ടയൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലോട്ട് വന്നത്. അപ്പോഴത്തേക്കും പെട്രോൾ തീർന്നു. പിന്നെ നേരെ പമ്പിൽ കയറ്റി പെട്രോളും അടിച്ചു. വീട്ടിൽ വന്നിട്ട് ഒരു സ്കൂപ്പ് വേയും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ട് ദാ ചേമ്പും കാന്താരി ചമ്മന്തിയും മുട്ടയും ഒക്കെ ആയിട്ട് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് ആൻറ്റിയും അമ്മയും കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടു കേട്ടോ. എന്നിട്ട് നമ്മുടെ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ കാറിനകത്തിരുന്ന് തന്നെയാണ് ചെയ്തത്. എന്നിട്ട് കുറച്ച് ലേറ്റായി വീട്ടിൽ വന്നപ്പോഴത്തേക്കും. വന്നപാടെ തന്നെ ലഞ്ച് ചോറും മീനും ഒക്കെ ആയിട്ട് നമ്മൾ ലഞ്ചും കാര്യങ്ങളും കഴിച്ചു. പിന്നെ ഞാൻ സുനിയേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു. പോയപ്പോഴത്തേക്കും അവിടുത്തെ ജിമ്മി ഉണ്ടല്ലോ, ജിമ്മി അവിടെ വന്ന് നിൽക്കുക ചായ ഇടുന്നത് നോക്കിയിട്ട്. പിന്നെ സുനിയേട്ടൻ്റെ സ്പെഷ്യൽ ഏലക്ക ടീ ഒക്കെ ഇട്ട് വന്നു. ഞാനതൊക്കെ കുടിച്ചിട്ട് അവിടെ കുറച്ച് സമയം ഇരുന്നു. നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ ദാ അവിടെ തന്നെ ആപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു. ആപ്പിളൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ മഴ കൂടി. പിന്നെ കുറേ സമയം പോസ്റ്റായിട്ട് അവിടെ നിന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് 2 വീറ്റ് ബ്രെഡൊക്കെ ചൂടാക്കി 2 എണ്ണം കഴിച്ചു. അതിനുശേഷം ദോശ ക്യാരറ്റൊക്കെ ആയിട്ട് നമ്മുടെ ഡിന്നറും കാര്യങ്ങളും കഴിച്ചു കേട്ടോ. ഞാൻ ചിക്കൻ ബ്രസ്റ്റും എടുത്തിട്ടുണ്ടായിരുന്നു. 70 ഗ്രാംസ് ഓഫ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എമ്പുരാൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തേ. അതിനുശേഷം പോയി കിടന്നുറങ്ങി. ബൈ ബൈ.